ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിലെ ടേസ്റ്റിയായ കായ്പോളയാണ്. ഇതുണ്ടാക്കാൻ കുറച്ച് സാധനമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ വിഭവമാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 2 വലിയ ബനാനയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ ബനാനയാണെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ മതിയാവും. അപ്പോൾ 2 ബനാന, 4 മുട്ട, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് കിസ്മിസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഷുഗർ. ഇത്രയും സാധനങ്ങളെ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ബനാന ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. ഇനി ഇത് ഗീയിൽ നന്നായി വഴറ്റണം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ബനാന അതിലേക്കിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വരണം. ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് പഴുത്ത പഴമാണ് ഇതിന് നല്ലത്. അപ്പോൾ മുട്ടയുമായിട്ട് നന്നായി മിക്സ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഒരു 1 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കിസ്മിസും ചേർക്കാം. ഇനി ഒന്നുകൂടി വഴറ്റുക. അപ്പോൾ നമ്മുടെ ബനാന നന്നായി വഴന്നു കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കാം. അധികം തണുക്കണമൊന്നുമില്ല, കുറച്ച് തണുത്താൽ മതി. ആ സമയത്ത് നമുക്ക് മുട്ട ഉടച്ച് പാത്രത്തിൽ ഒഴിക്കാം. 4 മുട്ട പാത്രത്തിൽ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു നുള്ള് ഉപ്പ്. ഇതിനി സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വഴറ്റി വെച്ച ബനാന ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഷുഗർ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അധികം കൂടുതലാവരുത്, കരിഞ്ഞു പോകും. ടേസ്റ്റ് നോക്കി കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലും ചെയ്യാവുന്നതാണ്. അതിൻ്റെ വെയിറ്റ് ഇടരുതെന്ന് മാത്രം. ഗീ എല്ലായിടവും ചുറ്റിച്ചു കൊടുക്കാം. കുക്കറിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ഗീ ഒഴിക്കേണ്ടി വരും. ഇടയ്ക്ക് തുറന്നു നോക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, പാൻ നല്ല ചൂടായി കിടക്കുമ്പോഴാണ് ഈ കൂട്ട് ഒഴിക്കേണ്ടത്. നമുക്ക് ഒഴിക്കാം. കൂട്ടൊഴിച്ചു. ഇതിനെ ഒന്ന് ലെവലാക്കി നല്ല തീയിൽ ഒഴിച്ച് അപ്പോൾ തന്നെ തീ അങ്ങ് കുറക്കണം. ചെറിയ ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി ഇത് അടച്ചു വെക്കാം. അടിയിൽ കരിയുന്ന പേടിയുണ്ടെങ്കിൽ അടിയിലൊരു ചൂടാക്കിയ തവയോ ദോശക്കല്ലോ എന്തെങ്കിലും എടുത്തു വെക്കാം. നമുക്കിതൊരു 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. 10 മിനിറ്റ് ആയപ്പോഴേക്കുള്ളൊരവസ്ഥയാണിത്. നമുക്കൊരു 5 മിനിറ്റ് കൂടി വെക്കാം. കുറച്ചുകൂടി ആറാനുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. കുറച്ചുകൂടി വേവാൻ ബാക്കിയുണ്ട്. കാരണം ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചും കൂടി ടൈം എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ വെന്ത് 25 മിനിറ്റ് എടുത്തു. അത് എൻ്റെ ഗ്യാസിൽ നല്ല തീ കൂടുതലായതുകൊണ്ട് ഞാനൊരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് നമുക്കൊരു നോൺ സ്റ്റിക്ക് തവയിൽ തിരിച്ചിടാം. ഇതിൻ്റെ മുകളിൽ ഒരു ദോശത്തവ വെച്ച് തിരിച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് ഒരു 2 മിനിറ്റ് കൂടി അടുപ്പത്ത് വെക്കാം. നമ്മുടെ പോള തിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കരിഞ്ഞു പോയി, അത് കുഴപ്പമില്ല. കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ ടേസ്റ്റ് നല്ലതുണ്ടാവും. അധികം കരിയാൻ പാടില്ല. ഇതിപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് പ്ലേറ്റ് വെച്ച് തിരിച്ചിടാം. ഇങ്ങനെ നമ്മുടെ ബനാന പോള റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. കറക്റ്റ് വേവായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ ബനാന പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. സൂപ്പർ ടേസ്റ്റാണ്. കറക്റ്റ് മധുരവും എല്ലാം ആയിട്ടുണ്ട്. ചെറിയൊരു ഇടിഭാഗം കരിഞ്ഞു. എൻ്റെ ഗ്യാസിന് നല്ല തീയായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ചെറിയ തീയിൽ ഉണ്ടാക്കണം. ഓക്കെ, ബൈ.